ഗൈസ് നമ്മൾ കളിക്കാൻ പോകുന്നത് എക്സ്ട്രീമാണ്. നമ്മൾ എക്സ്ട്രീം കളിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല, 2-3 ദിവസമായി തോന്നുന്നു അല്ലേ? അല്ല, ഞാനല്ലേ ഇട്ട് 3 ദിവസമായി. നമ്മുടെ പുതിയ ഇന്നലെ അല്ല വെനസ്ഡേ നമ്മുടെ BMW അൺലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ BMW അൺലോക്ക് ചെയ്ത് വിട്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. തിരക്ക് സ്കൂള് തുറന്ന കാരണം. രജിൽ എൻ്റെ ഫ്രണ്ട്, രജിൽ രാജ്, അതാണ് അവൻ്റെ ഫുൾ നെയിം. പിന്നെ എൻ്റെ ഫ്രണ്ട് ധനന്ത് എനിക്ക് ഒരു ഇതുപോലെ ഇട്ടില്ല, ഒരു സ്നാക്സ് പോലും തോന്നില്ല. ഹൗ ഡെയർ ധനു ആണ് ധനു അടിക്കുക. അങ്ങനെ ധനു അടിക്കും. ധനന്തേ നിനക്കെന്താ കുറച്ച് സ്നാക്സ് ഒന്ന് ഷെയർ ചെയ്തുകൂടായിരുന്നോ? എന്താണല്ലേ കഴിച്ച് ധനന്തേ മര്യാദയ്ക്ക് എനിക്ക് നാളെ സ്നാക്സ് തന്നോ, അല്ലെങ്കിൽ എൻ്റെ സീക്രട്ടൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും. അല്ല പിന്നെ ധനന്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടും, മനസ്സിലായ? അവൻ്റെ തിരുപ്പായ ധനന്താ. നിങ്ങൾക്ക് ധനന്തിൻ്റെ വല്ല കമൻറ്റും കാണണമെങ്കിൽ എൻ്റെ പോസ്റ്റ് പോവാ. അപ്പം എൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ മെഡൽ ഞാൻ പിടിച്ചിരിക്കണം. ഞാനൊരു പോസ്റ്റ് ഞാനിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ അവൻ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ കമൻ്റ് നിങ്ങൾ അവൻ്റെ കമൻ്റ് കാണണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇത് ഞാൻ ഫുൾ അപ്ഗ്രേഡാണല്ലോ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഇതാ തന്നെ നമുക്കിത് കൊണ്ട് കുറേ റൈസസൊക്കെ പോകുമ്പോണ്ടല്ല. അല്ല പിന്നെ നമ്മളെടുത്ത കളി നസീനല്ലേ, നസീന ബോയ്സ്. രജിരാജ് നല്ലതാ. അവൻ്റെ കൂടെ സ്നാക്സ് ബ്രേക്കിന് ഞങ്ങൾ കളിക്കാറൊക്കെ ഉണ്ട്. സ്നാക്സ് ബ്രേക്കിന് അമ്മച്ചി ഡ്രിഫ്റ്റ് അടിക്കി സ്നാക്സ് ബ്രേക്കിന് ഞാൻ കളിക്കാറൊക്കെ ഉണ്ട്. അതെന്തിനാണ് ആ സ്നാക്സ് കുറച്ച് തന്നൂടെ? അപ്പം എന്താ കുഞ്ഞു മിച്ചറുകളില്ലേ, ആ കുഞ്ഞു മിച്ചറുകൾ മാത്രമേ തരണ്ടുള്ളൂ. എന്ത് അതാ BMW. അയ്യോ ഷാർലൈറ്റ്, ആ ഷാർലൈറ്റിന് എങ്ങനെയും ക്യാച്ച് ചെയ്യാൻ നോക്കാം. അമ്മതാ അവൻ കാരണം ഞാനും കൂടി വണ്ടിയും കൊണ്ട് പോയിട്ട് ഇടിച്ച്. പിന്നെ ട്രാൻസ്ഫോമിങ് BMW M3 ആളെ നീക്കട നീ. ഇവരിതെന്ത് കേട്ടാണ് ഐഡിയ. ഞാൻ നമ്മുടെ മറ്റേ എവിടെ നീ തന്നെ BMW അല്ലേ അത്? എവിടെ? ക്യാച്ചപ്പ് ചെയ്ത് പിടിക്കാണല്ലോ. BMW സീനായിരുന്നു. BMW ഇത് ബ്രേക്കും കിട്ടണില്ല, മര്യാദക്ക് നിൽക്കണ്ടാവാ. BMW കാരൻ റേസിൻ്റെ ചിഹ്ന ഇതാടെ ഞാൻ വരണു നിനക്ക് വേണ്ടിട്ടാ. അയ്യോ ഒന്ന് സ്ലിപ്പായിപ്പോയി ഞാൻ. എടാ ആസ്റ്റം കായ്ക്ക് ഇപ്പോഴും ഓർമ്മ വരണേ. നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ എടാ അവനെടുത്തിട്ട് കുറേ ദിവസമായി ഗായ്സ്. അവന് ഞാൻ വീഡിയോയിൽ തന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ. എവിടെ നമ്മുടെ സാധനം? എവിടെ ആസ്റ്റൺ മാർട്ടിനെ വേഗം മുന്നിൽ കയറി വാടാ. ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ പണ്ടത്തെ വണ്ടിയാണല്ലോ എക്സ്ട്രീമിലത്തെ. വേഗം വാടാ.
സുപ്രമിക്ക ഫോർ. ഹയ്യ എവിടെ? ആ കുറെ ദിവസമായി ശിവനെ കണ്ടിട്ട്. എത്ര ദിവസമായിട്ടാ? ഓ മൈ ഗോഷ്, ഇതെന്ത്? ഇതാണ് സീൻ. അതിത് മോഡിഫൈ ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ, ഇത് തന്നെ മതി. അല്ല പിന്നെ അപ്ലൈ. ഇവിടെ ഇവനാണ് എനിക്ക് വേണ്ടത്. സിംഗിൾ പ്ലെയർ, കുറച്ച് പ്രൈവസി ഒക്കെ വേണ്ടേ? കുറേ ദിവസമായി ഇവനെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല തോന്നുന്നു. കുറേ ദിവസം ഇവൻ എടുത്തിട്ട്. വണ്ടിയെല്ലാം കേടുപാടും ഉണ്ടോയെന്നാവോ. നേരെ പോന്ന സ്പീഡിനൊരു കുറവുമില്ല, ഒരു കുഴപ്പമില്ല ഇനി. ഇൻറ്റീരിയൽ വ്യൂ. അയ്യോ മരത്തെ പേടിക്കല്ല. അതാ ഞാനെന്ത് കാട്ടുന്നു? നല്ല പിന്നെ കുറച്ച് സ്പീഡ് കൂട്ടുക. അമ്മേ ആ ബീനോട് അമ്മച്ചി. നേരത്തെ സ്പീഡ് പോ. അതാ ലോഡിങ്. അയ്യോ ഗേറ്റ് ഓപ്പൺ ആക്കും. പതുക്കെ പോയതിന് ശേഷം ഇവിടെ അതാ പൊളിഞ്ഞ അന്ന് പിന്നെ പൊടിച്ചെടുക്കാം. അമ്മീ ലാഗ് ഇല്ല. ഞങ്ങൾ വല്ലേ കട്ടിക്ക് വേണ്ട. അതാ ചില്ലും പൊട്ടിച്ച. ഗ്യാരേജ് പോയിട്ട് പുതിയ വണ്ടി എടുത്താലാ. ഇത് മടുപ്പായി. അയ്യോ ഈ സാധനം മടുപ്പായി. പതുക്കെ നേരെ സ്പീഡ് കൂട്ടിയിട്ട് പോവാം. മുഷിതാ ഗ്യാരേജ് അപ്പുറത്തെ തോട്ടിലാണല്ല. അമ്മച്ചി ലാഗാണെന്നൊക്കെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ല പിന്നെ ഇനി അങ്ങനെയാണ് കുറച്ച് പതുക്കെ ആക്സിലേറ്റർ. ആക്സിലേറ്റർ എന്താ ലാഗ്? ഇപ്പം ലാഗൊക്കെ മാറി. ഈ സമയം കൊണ്ട് ഞാൻ വേഗം ഗ്യാരേജ് ഇപ്പോൾ കുറച്ച് ദൂരത്തായി. ഗ്യാരേജിൻ്റെ അടുത്തേക്ക് ഈ പാലം പോവാം, പാലവഴി പോവാം. ആ ഭാഗമാണ് നമ്മുടെ ഗ്യാരേജ് ഉള്ളത്. ഗ്യാരേജ് എനിക്ക് അവിടെ നിന്ന് കാണാൻ കേട്ടാ. അയ്യോ അല്ല പിന്നെ അതാണ് BMW എടുത്തല്ല. അല്ലെങ്കിൽ വേണ്ട, അതിനടുത്ത് വേറൊരു നല്ല വണ്ടിയുണ്ട്. അതാണ് നമ്മൾ സൂപ്പർ കുട്ടൻ അവിടെ. സൂപ്പർ ഡ്രൈവ് വിത്ത് നൗ. സ്കൈലൈ അല്ല പിന്നെ സിംഗിൾ പ്ലെയർ. നമുക്ക് നമ്മുടെ പുതിയതായിട്ടൊന്നുമല്ല, നമ്മൾ ലാസ്റ്റിൻ്റെ ഈ സൂപ്പറുകളെ ഇതുപോലത്തെ സ്കൈലൈൻ GTR-ഉം എന്താ സൂപ്പർ MK4-ഉം ഇവരൊക്കെ ഇല്ലേ, ഇവരൊക്കെ വന്ന അപ്ഡേറ്റ് ഇല്ലേ, ആ ഒരു അപ്ഡേറ്റിൽ വന്ന ഈ 3 വണ്ടികൾ, ആ 3 വണ്ടികളുടെയും ജമ്പ് ടെസ്റ്റ് നടത്താം. അയ്യോ ഈ വണ്ടി നടന്ന് പതുക്കെ ബ്രേക്ക് ഇടുക ചേട്ടാ. അയ്യോ ട്രക്ക് ചേട്ടൻ കാരണം ഞാനും കൂടി വിടുന്നു തോന്നുന്നു. ഈ വണ്ടിക്ക് കുറച്ച് നല്ല സ്പീഡ് കൂടുതലാണ്. സ്പീഡ് അമ്മേ സ്കൈല് ഇപ്പം പോസിൽ തട്ടിയാണ് ഞാൻ. ജസ്റ്റ് മിസ്സായി. ഇനി എയർപോർട്ടിൽ പോയി റിവേഴ്സില്ല. അയ്യടക്ക ചേട്ടൻ നമുക്ക് നേരെ പോണ്ടത് അമ്മ ആക്സിലേറ്റർ. കണ്ട അമ്മ
സ്ട്രെയിറ്റ് റോഡ് പോകണം. പാലെടുക്ക് പാലും എടുക്ക്. ആക്സിലേറ്റർ അമർത്ത്. ബസ് സ്റ്റാൻഡ് പൊളിച്ചെടുത്ത് ഇനിയൊക്കെ നേരെ പോവാം. ബസ് സ്റ്റാൻഡ് പൊളിച്ചെടുത്താൽ മതി. ഇനഫ് പൊളിച്ചെടുക്കുക അല്ലേ? പോസ്റ്റ് ഓക്കെ ഗൈസ്, അതോടെ എടുത്ത് നിർത്താല്ലേ? അല്ലേ ഇതിൻ്റെ ജമ്പ് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഇന്ന് വീഡിയോ നിർത്തുള്ളൂ. ഇതിൻ്റെ എങ്ങനെയെങ്കിലും വേണമല്ലോ, ഇതിൻ്റെ എങ്ങനെ ജമ്പ് ടെസ്റ്റ് വേണമല്ലോ അല്ലേ ഗൈസ്? ഞാൻ നല്ല സ്പീഡ് എടുക്കാൻ പോവാ. അയ്യോ, എയർപോർട്ടിൻ്റെ വഴിയൊന്നും മാറിപ്പോയി. ഞാൻ നല്ല സ്പീഡ് എടുക്കാൻ പോവാട്ടാ. ഇതിൻ്റെ ഒരു വണ്ടീൻ്റെ എങ്ങനെയൊരു അയ്യോ ഒരെണ്ണത്തിനേയും ജമ്പ് ടെസ്റ്റ് എടുക്കണമല്ലോ. ഒരെണ്ണത്തിൻ്റെ എങ്ങനെയെങ്കിലും. അമ്മച്ചി അയ്യോ, അത് ഈ വീഡിയോ സാധനം ഭാഗ്യം. എൻ്റെ പെണ്ണൊന്നും വേഗം ആവടാ. കാരണം നേരെ എൻ്റെ പെണ്ണെ അല്ല പിന്നെ ഇപ്പോഴാണ് നേരെ ഇത്. ഇപ്പം ഞാൻ കുറച്ച് സമാധാനത്തോടെ വണ്ടി എടുക്കുകയാണ്. ഒരെണ്ണത്തിനെങ്കിലും ജമ്പ് ടെസ്റ്റ് ചെയ്യണ്ടേ? നമ്മൾ ഒരെണ്ണത്തിനെങ്ങനെയെങ്കിലും ഒരു വണ്ടീന് ജമ്പ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു വണ്ടീൻ്റെ ജമ്പ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ അതെന്ത് ചീറ്റിങ്ങാ? ചാടുക അല്ല പിന്നെ ഒരെണ്ണത്തിൻ്റെ ജമ്പ് ടെസ്റ്റ് ഞാൻ ചെയ്യിക്കാൻ പോവാ. 3, 2, 1 ഗോ. ഞാൻ പറഞ്ഞ പോലെ ഒരെണ്ണത്തിൻ്റെ എങ്ങനെയെങ്കിലും ജമ്പ് ടെസ്റ്റ് ഞാൻ ചെയ്യിപ്പിക്കും. അത് സത്യമാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് നിർത്താണ്. ഓക്കെ, ബൈ. ശരി ഗൈസ്, ബൈ.